ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ആദ്യമായി സംസാരം കേൾക്കുന്നതും സംസാരിക്കാൻ പഠിക്കുന്നതും സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അമ്മയുടെ സ്നേഹം, അപ്പയുടെ പ്രോത്സാഹനം, സഹോദരങ്ങളുടെ ചിരി, അതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ശബ്ദമായി മാറാറുണ്ട്. അതൊരു നന്മയായി രൂപപ്പെടാറുണ്ട്. ഓരോ കുടുംബവും അതൊരു വീട് മാത്രമല്ല, പരസ്പര സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, തിരുത്തലുകളുടെ, വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു വലിയ വിദ്യാലയം കൂടെയാണ്. നമ്മുടെ വീടുകളിൽ നമ്മളായിരിക്കുമ്പോൾ പരസ്പര ബന്ധത്തിനും സ്നേഹത്തിനും അതിനേക്കാൾ ഉപരിയായി അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ക്രിസ് എന്ന ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇന്നലെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അപ്പ എന്തിനാ ചേട്ടായിയോട് പറഞ്ഞത് ഈ വീട്ടിൽ നല്ലത് മാത്രമേ സംസാരിക്കാവൂ എന്ന്? അപ്പോൾ ആ അമ്മ കുഞ്ഞിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. നമ്മൾ നമ്മുടെ ഭവനത്തിൽ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ മണമുണ്ട്. നമ്മൾ നല്ലതാണ് സംസാരിക്കുന്നതെങ്കിൽ അത് സുഗന്ധമായി മാറുന്നു. എന്നാൽ മോശമായ കാര്യങ്ങൾ, മോശമായ വ്യക്തി പരാമർശങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ വീടുകളിൽ പറയുമ്പോൾ അത് ഒരു ദുർഗന്ധമായി മാറാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ നമ്മളൊന്ന് ഓർക്കുക. നമ്മുടെ സംഭാഷണങ്ങൾ എപ്പോഴും നന്മയുള്ളതാണോ? ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ കൊണ്ട് നടക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ വരുത്താൻ നമ്മുടെ കുടുംബങ്ങളിലൂടെ കഴിയുന്നുണ്ടോ? നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരു സ്വർഗമായി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ക്രൈസ്തവ കുടുംബത്തിൻ്റെ അടിത്തറയിലൂന്നിയവരാണ്. നമ്മുടെ ജീവിതം സ്വർഗതുല്യമാകേണ്ടതാണ്. നമ്മുടെ വാക്കുമൂലമോ നമ്മൾ ചെയ്യുന്ന സംസാരത്തിലൂടെയോ നമ്മുടെ മക്കളിൽ തിന്മയുണ്ടാകാൻ പാടില്ല. നല്ല കുടുംബങ്ങളിൽ നല്ല സംഭാഷണങ്ങൾ നടക്കുമ്പോൾ നല്ല സമൂഹങ്ങൾ രൂപപ്പെടും. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അവൻ പിന്നീടുള്ള യാത്രകളിൽ ഒരിക്കലും മോശമായത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ ബാലിശമായ പിഴകുകൾ മൂലം തെറ്റ് സംഭവിച്ചേക്കാം. എങ്കിലും അപ്പ സഹോദരനോട് പറഞ്ഞ വാക്കുകൾ ആ കാതുകളിൽ മുഴങ്ങും. അമ്മ പറഞ്ഞ സുഗന്ധത്തിന്റെ മണവും ആ കാതുകളിൽ എന്നും ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളും സുഗന്ധമുള്ളതാകട്ടെ, സ്വർഗമായി മാറട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങൾ സ്വർഗത്തിൽ സന്തോഷത്തോടെ പാറി ഉല്ലസിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ സംഭാഷണങ്ങളും സ്വർഗതുല്യമാകണമേ. തുരിക്കുടുംബത്തിൽ മാതാവും യൗസി പിതാവും ഉണ്ണി ഈശോയെ എപ്രകാരം വളർത്തിയോ അതുപോലെ ഞങ്ങളുടെ മക്കളെയും സുഗന്ധത്തിൽ, സ്നേഹത്തിൽ സ്വർഗതുല്യമാക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആമേൻ.